കളി എടുത്ത് തരുന്ന ഒരാളെ കിട്ടാൻ വീട്ടിൽ ചോദിച്ചാൽ പോരാ ആദ്യം. സോ മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദീസ് ലൈവ് സെക്ഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സജഷൻ വന്നിരിക്കുന്നത് ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. എനിക്ക് ആരോടും ട്രസ്റ്റ് ഇല്ല എന്ന് ഞാൻ ഈ ഒരു ടോപ്പിക്ക് കണ്ടപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ബാഡ് എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ട്രസ്റ്റ് നമുക്ക് ഇല്ലാതെയാക്കും. ശരി. ട്രസ്റ്റ് ഇല്ലാണ്ട് ഇതില്ലല്ലോ, കോപ്പറേറ്റ് ചെയ്യും, ഗസ്റ്റായിട്ട് കയറും എന്നുള്ളതിന്റെ ഒരു പ്രശ്നമാണല്ലോ. അല്ല, വന്നാലും ഇല്ലെങ്കിലും ഞാൻ എന്റെ ലൈഫിൽ കംപ്ലീറ്റ് ചെയ്യുന്നുള്ള ട്രസ്റ്റ് ഉണ്ട്. അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അത് തിരികെ കൊണ്ടുവരാൻ വളരെ 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 ബുദ്ധിമുട്ടാണ്. ബ്രേക്കിംഗ് കണ്ടിന്യൂസ്ലി വന്നിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കേൾക്കുന്നുണ്ടോ? ട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചോളൂ. ഫോണിന്റെ പാസ്വേഡിന് ട്രസ്റ്റ് ഉണ്ടോ? ഫോണിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് മാതാപിതാക്കളോട് വരുന്നത് ഒരു വികാരമാണ്. ഇത് ആ രൂപത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ട്രസ്റ്റ് എന്നുള്ള ടോപ്പിക്കിന്റെ ആവശ്യം എന്ന് വെച്ചെങ്കിൽ വേറെന്തെങ്കിലും ഒക്കെ, പക്ഷെ ഇതിനെ കുറിച്ചിട്ട് ആൾക്ക് എന്തും പറയാം, അങ്ങനെ പറയാൻ പാടില്ല. ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒരു കോയിൻ്റെ രണ്ട് വശം എന്ന് പറഞ്ഞ പോലെ ട്രസ്റ്റും അണ്ടർസ്റ്റാൻഡിങ്ങും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് താല്പര്യം ഇല്ലെങ്കിൽ ബൈ 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 ബൈ. ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദീസ് ലൈവ് സെക്ഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്ന് എന്ത് ടോപ്പിക്കാണ് എടുക്കേണ്ടത്? വിഷമമൊന്നുമില്ല, ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞതിൻ്റെ ക്ഷീണമാണ്. ഓക്കെ, അപ്പം നല്ലൊരു ഫോട്ടോഷൂട്ട് അപ്ലോഡ് ആവുന്നുണ്ട് അധികം വൈകാതെ. നിങ്ങൾക്കുള്ള മസാല കണ്ടന്റ് അധികം വൈകാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് എൻ്റെ ബിസി ടോക്കിൽ എന്ത് ടോപ്പിക്സ് ആണ് എടുക്കേണ്ടത്? ട്രോമയാണോ ടോപ്പിക്സ് ആയിട്ട് എടുക്കേണ്ടത്? ഈ ട്രോമയെ കുറിച്ചൊക്കെ സംസാരിക്കാനുള്ള നോളേജ് എനിക്ക് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ കടന്നുപോയ ട്രോമ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുമ്പം എല്ലാവരും നെഗറ്റീവ് അടിക്കുമോയെന്ന് എനിക്കൊരു ടെൻഷനുണ്ട്. നിൻ്റെ ഒരു ബിരിയാണി. ഓക്കെ, അഗെയിൻ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പറയുകയാണ് ബാഡ് ഹാബിറ്റ്സ് നല്ലൊരു ടോപ്പിക്കാണല്ലോ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ നെഗറ്റീവ് ഓളികളെ കുറിച്ച് സംസാരിച്ചാലോ? നമുക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആളുകളെ കുറിച്ച് സംസാരിച്ചാലോ? എങ്ങനെയുണ്ട്? ഡ്രാമയാണോ? ഡ്രാമ എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിലാണ്? എന്ത് തരത്തിലുള്ള ഡ്രാമയാണ്? ലൈഫ് ഡ്രാമാസ് ആണോ? ജീവിതത്തിൽ നാടകം കളിക്കുന്ന ആ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഈ ലൈവ് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാക്കും? അതാണോ ഉദ്ദേശിച്ചത്? So myself Rak, I am from India, Kerala. This live section we can call Busy Talk. Busy Talkil ഇന്നത്തെ ടോപ്പിക് എന്താണ്? ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഡെയിലി നമ്മുടെ ലൈവ് ഉണ്ടാവാറുണ്ട് 10 മണി മുതൽ 11 മണി വരെ. ഓരോ ദിവസം ഓരോ ടോപ്പിക്സ് ആണ് ചൂസ് ചെയ്യാറ്. ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ജോക്ക് ചെയ്തതാണ്. ഓക്കെ, ശരി. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണ് എടുക്കേണ്ടത്? ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് കമൻറ്റ് ചെയ്ത് തുടങ്ങിക്കോളും. കളി എടുത്ത് തരുന്ന ഒരാളെ കിട്ടാൻ വീട്ടിൽ ചോദിച്ചാൽ പോരാ ആദ്യം. പാരൻസിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും ലിസ്റ്റ്. ഓക്കെ, പറ, എന്ത് ടോപ്പിക്കാണ് നമുക്ക് എടുക്കേണ്ടത്? എന്ത് ടോപ്പിക്കാണ് എടുക്കേണ്ടത്? ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പറയാനുള്ളത് ബിസി ടോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കച്ചറ സംസാരിക്കാനുള്ള സ്ഥലമല്ല. ബിസി ലൈഫിൻ്റെ ഇടയിൽ എനിക്ക് ഓൾറെഡി ബിസി ലൈഫാണ്. നിങ്ങൾക്ക് ബിസി ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ബിസി ലൈഫ് ആണെങ്കിൽ ആ ബിസി ലൈഫിൻ്റെ ഇടയിൽ സംസാരിക്കാനുള്ള ഒരു ഇടം, ആ സംസാരിക്കാനുള്ള ഇടത്തിൽ നമുക്ക് എന്തെങ്കിലും ടോപ്പിക് വെച്ചിട്ട് സംസാരിക്കാം. സോ ഇന്നത്തെ ടോപ്പിക് എന്താണ്? പിന്നെ ലൈവിൽ കമൻറ്റ് ചെയ്യുന്ന എല്ലാ മാന്യന്മാരുടെയും ശ്രദ്ധയ്ക്ക് പറയുന്നില്ല. പാരൻസ് കെയർ നല്ലൊരു ടോപ്പിക്കാണ്. പാരൻസിനെ കെയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ, മീൻസ് ബോയ്സ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും മെൻസ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും അവർക്ക് പാരൻസിനോടൊരു ഉത്തരവാദിത്ത ബോധം ഉള്ളവരാണ്, ഫാമിലി ഓറിയൻറ്റഡ് ആളുകളാണെങ്കിൽ കൂടുതൽ ഇങ്ങനെ എന്താ പറയുക ബാഡ് ആക്ടിവിറ്റീസിലേക്ക് ഇറങ്ങൂല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ പാരൻസ് കെയറിങ്ങിനെ കുറിച്ചിട്ട് എത്ര നമ്മൾ സംസാരിക്കാൻ പറ്റും? 1 മണിക്കൂറൊക്കെ ഞാൻ എന്ത് സംസാരിക്കും? ഒരു മൈക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ മാറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ കേൾക്കുകയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ സംസാരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെ സംസാരിക്കും? അതൊന്ന് പറഞ്ഞു തന്നെ. ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ബെസ്റ്റ് ടോപ്പിക്. ലൈഫിൽ ഒട്ടും ഇല്ലാത്ത സാധനമാണ് ട്രസ്റ്റ്. പക്ഷേ ഐ ലൈക്ക് ദ ടോപ്പിക്. ആക്ച്വലി ആ ടോപ്പിക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, സോ ആ ടോപ്പിക്ക് നമുക്ക് എടുത്താലോ?
ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾക്ക് എന്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലും വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് ട്രസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. മൊബൈൽ അഡിക്ഷനെ കുറിച്ചിട്ടും സംസാരിക്കാം, നല്ല ടോപ്പിക്കാണ്. 1 മണിക്കൂർ സംസാരിക്കാനുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ട്രസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ്, മൊബൈൽ അഡിക്ഷൻ. 2 ടോപ്പിക്സും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളെടുത്ത് പറയാണ്, നിങ്ങളുടെ ടോപ്പിക് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോന്നോട്ടെ. നമുക്ക് ടോപ്പിക്ക് ഏതാണ് എടുക്കേണ്ടത്? ട്രസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണോ അതോ മൊബൈൽ അഡിക്ഷൻ ആണോ? ചിലർക്കെങ്കിലും തിരുത്താൻ തോന്നുകയാണെങ്കിൽ തിരുത്തട്ടെ. ആദ്യം ഞാൻ തിരുത്തട്ടെ മൊബൈൽ അഡിക്ഷൻ. ഓക്കെ, ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് താല്പര്യം ഇല്ലെങ്കിൽ ബൈ 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 ബൈ. So myself Rak, I'm from India, Kerala. This live section we can call BC Talk. BC Talk ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സജഷൻ വന്നിരിക്കുന്നത് ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. വളരെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ ഡെയിലി ലൈഫിലാണെങ്കിലും നല്ലൊരു പാർട്ട്ണറിനെ ബിൽഡപ്പ് ചെയ്യാനാണെങ്കിലും നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാനാണെങ്കിലും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ടോപ്പിക് സജഷനാണ്. എനിക്കത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ താല്പര്യങ്ങൾ അറിയിക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ടോപ്പിക് സജഷൻ മൊബൈൽ അഡിക്ഷൻ ആണ്. മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. മുന്നേ ഏതോ ഒരു ലൈവിൽ അത് സംസാരിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ഓക്കെ ആണോ? ഒപ്പീനിയൻ അബൌട്ട് ലിവിങ് ടുഗദറൊക്കെ നമ്മൾ മുന്നത്തെ ലൈവിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിപ്പീറ്റേഷൻ വരാത്ത രീതിയിൽ മാക്സിമം നമ്മൾ കവറപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് റിപ്പീറ്റേഷൻ നമുക്ക് ഒഴിവാക്കാം. ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി ആർക്കെങ്കിലും ഓക്കെ അല്ലാത്തവരുണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. ഇനി ആർക്കെങ്കിലും ഓക്കെ അല്ലാത്തതുണ്ടോ? ഓക്കെ അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ നിങ്ങളുടെ കമൻസ് ആണ് നോക്കുന്നത്. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഡു ദ കമൻറ്റ് ഓക്കെ. ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ടോപ്പിക് സജഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ അല്ലേ? പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾ ജസ്റ്റ് ടൈപ്പ്, പെന്നത്തെ മഷിയൊന്നും തീരുന്നില്ല, ടൈപ്പിംഗ് അല്ലേ? ഓക്കെ ആണ്. താങ്ക് യു അഗെയിൻ. ഓക്കെ, സോ മൈസെൽഫ് റാക്ക്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ BC ടോക്ക്. BC ടോക്കിൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വളരെ 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 ഇമ്പോർട്ടൻസ് ഉള്ള, ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇത് ഉള്ള ആളുകൾ, ട്രസ്റ്റ് ഉള്ളവർ, അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റിക്വസ്റ്റ് ഇട്ടോളൂ. നിങ്ങൾക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ഉള്ളത്, ആരോടാണ് ട്രസ്റ്റ് ഇല്ലാത്തത്? അണ്ടർസ്റ്റാൻഡിങ്ങും ട്രസ്റ്റും കൊണ്ട് എന്തൊക്കെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ലൈഫിൽ നടക്കുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡിങ്ങും ട്രസ്റ്റും ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാം തുറന്നു പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്താണ്? ട്രസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. റിക്വസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. മൈക്ക്, ഓപ്പൺ മൈക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാണ്. പക്ഷേ മൈക്ക് എടുത്ത് ഓവറായിട്ട് സംസാരിക്കുന്ന ആളുകളെടുത്ത് പറയാനുള്ളത്, ഞാൻ ഹോസ്റ്റ് ചെയ്യുന്ന എൻ്റെ ഷോയിൽ എനിക്കൊരിടം തരും. എൻ്റെ മുകളിൽ കയറിയിട്ട് മദ്ദളം കൂട്ടാൻ നിൽക്കരുത് ആരും, എനിക്കതേ പറയാനുള്ളൂ. സോ നമ്മുടെ ടോപ്പിക് ഇതാണ്, ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മുടെ ലൈവ് ലേറ്റ് ആയിട്ട് വാച്ച് ചെയ്യാൻ വന്ന ആളുകളാണെങ്കിൽ ഇതൊരു ടോക്ക് ഷോ ആണ്. 10 മണി മുതൽ 11 മണി വരെ ഓരോ ദിവസം ഓരോ ടോപ്പിക്സ് ഉണ്ടാവാറുണ്ട്. ഇന്നത്തെ ടോപ്പിക് സജഷനാണ് ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഈ ടോപ്പിക് ഓക്കെ ആണോ എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ ഓക്കെ ആയോ അല്ലേ? അപ്പം ഈ ടോപ്പിക്ക് ഞാൻ തൽക്കാലം ഇവിടെ ചൂസ് ചെയ്തിരിക്കുകയാണ്. കാരണം നിങ്ങൾ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളുടെ സമ്മതപൂർവ്വമാണ് ടോപ്പിക് എടുക്കുന്നത്. ഇനി വേറെ ടോപ്പിക് എടുക്കൂ എന്ന് പറഞ്ഞ് ആരും ഇങ്ങോട്ടേക്ക് വരണ്ട. ഓക്കെ, അപ്പം നമ്മുടെ റിക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആർക്കെങ്കിലും ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ ലൈവിൽ വരാൻ സംസാരിക്കാം. നമുക്ക് ഒരു റിക്വസ്റ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, എവിടെ പോയോ? ലൈവ് ഒന്ന് പോയി തോന്നും. എനിവേ, ഇനി ലൈവ് വാച്ച് ചെയ്യുന്ന ആരെങ്കിലും എന്നൊക്കെ പറയുന്ന ആരെങ്കിലും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ ലൈവിലോട്ട് വരാം. പിന്നെ ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള ടോപ്പിക്ക് ആരാണ് സജസ്റ്റ് ചെയ്തത്, ആൾക്ക് ആളുടേതായ ഒപ്പീനിയൻസ് ഉണ്ടാകുമെന്ന് അറിയാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും സംസാരിക്കാം. ആൻഡ് നമുക്ക് അടുത്ത റിക്വസ്റ്റ് ഉണ്ട്, ആരാണെന്ന് നോക്കാം. സിയാദ്. ഓക്കെ, സിയാദിനെ നമ്മൾ ലൈവിലോട്ട് ഇൻവൈറ്റ് ചെയ്യണം. ഹായ് സിയാദ്. ഹായ്, കേൾക്കുന്നുണ്ടോ? ചെറിയ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ശബ്ദം കുറവാണ്. ഒരു മിനിറ്റ്. ഓക്കെ, ശരി.
ഓക്കെ ദ സി ഓക്കെ, തിരക്കായിരിക്കും അല്ലേ? കമന്റ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ നല്ല കേൾക്കുന്നുണ്ട്. സിയ പറയൂ, എന്താണ് വിശേഷം? നല്ല വിശേഷം. മുന്നേ വന്നിട്ടുണ്ടോ ലൈവില്? മുന്നേ ഇല്ല, വന്നിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. ലൈവ് വാച്ച് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആണോ അതോ ഗസ്റ്റ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് ടൈം ആണോ? ഗസ്റ്റ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് ടൈമാണ്. ഇത് സബ്ജക്റ്റ് എന്താ? മറ്റേ ഒന്ന് പറയോ, എന്താ സബ്ജക്റ്റ് എന്താ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ ടോക്ക് ഷോ എന്ന് പറഞ്ഞാൽ 10 മണി മുതൽ 11 മണി വരെയാണ്. ഈ ടോക്ക് ഷോയിൽ ഇന്നത്തെ ടോപ്പിക് ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സോ ട്രസ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കാം. എന്തു പറ്റി? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഓഫ്ലൈനിൽ പോയതാണോ ചെയ്യാതെ, അതോ എൻ്റെ ടോപ്പിക്ക് കേട്ടതിന് ശേഷം ഇറങ്ങിപ്പോയതാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അടുത്തത് വീണ്ടും റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, രഞ്ജിത്ത് കൃഷ്ണൻ. സോ നമ്മുടെ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് റിഗാർഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, രഞ്ജിത്ത് കേൾക്കുന്നുണ്ടോ? രഞ്ജിത്ത് കേൾക്കുന്നുണ്ടോ? രഞ്ജിത്ത് കേൾക്കുന്നുണ്ടോ? ഓക്കെ രഞ്ജിത്ത്, 3 തവണ നമ്മൾ കേൾക്കുന്നുണ്ടോ എന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈവ് ഡിസ്കണക്ട് ചെയ്യും. അപ്പൊ അറിയാതെ റിക്വസ്റ്റ് വന്നതാണെങ്കിൽ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ മൈക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എനിക്ക് ടോപ്പിക്കിനെ കുറിച്ച് ചോദ്യമാണുള്ളത്. ഹൗ കാൻ വി ട്രസ്റ്റ് എ പേഴ്സൺ, ഹൗ വി നോ ദ പേഴ്സൺ. എനിക്ക് ആരോടും ട്രസ്റ്റ് ഇല്ല എന്ന് ഞാൻ ഈ ഒരു ടോപ്പിക്ക് കണ്ടപ്പോഴേ സംസാരിച്ചിട്ടുണ്ട്. ഈ ടോപ്പിക്ക് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരെയും ട്രസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഒരാളെ ട്രസ്റ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി എനിക്കൊന്നും പറയാനില്ല. ഈ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക. ലൈവിൽ വന്ന് സംസാരിച്ചാൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റും. കേൾക്കുന്നുണ്ടോ? ഓക്കെ, ട്രസ്റ്റ്ഫുൾ. ഓക്കെ, ഫൈൻ. സോ സത്യത്തിൽ ഇത് രണ്ടും എന്താണ്? ട്രസ്റ്റും അണ്ടർസ്റ്റാൻഡിങ്ങും എന്താണെന്ന് അറിയില്ലേ? സത്യത്തിൽ ഇത് രണ്ടും എന്താണെന്നോ? ഇപ്പം ഞാൻ എങ്ങനെ ഇത് പറഞ്ഞുതരാം? ഹായ് രാജേഷ്, എന്തുണ്ട് വിശേഷം? ഓക്കെ, അപ്പം ഈ ട്രസ്റ്റ് എന്താണ്? ആക്ച്വലി ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ട്രസ്റ്റ് ഇല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. എനിക്ക് പറയാൻ നിർവചനമായിട്ട് പറയാനൊന്നും പറ്റില്ല. അതായത് നമ്മൾ നിർവചനം എന്ന് പറയുന്ന നമ്മൾ അതിനെ കുറിച്ചിട്ടൊരു വലിയ നിർവചനമായിട്ടൊന്നും പറയുന്നില്ല. ഒരു ട്രസ്റ്റ് ഒരു റിലേഷൻഷിപ്പിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ട്രസ്റ്റ് ഇല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും റിലേഷൻഷിപ്പിൽ വരും. അതുപോലെ തന്നെ ഓവർ ട്രസ്റ്റഡ് ആയാലും ഒരുപാട് പ്രശ്നങ്ങൾ വരും. അത് രണ്ടും നമ്മൾ പറയണം. ട്രസ്റ്റ് ഇല്ലെങ്കിലും വരും, ഓവർ ട്രസ്റ്റ് ആയാലും വരും. സോ ട്രസ്റ്റ് ബേസിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഓക്കെ. ഇതിൽ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വൺസ് നിങ്ങൾ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, റിലേഷൻഷിപ്പിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും, നിങ്ങൾ ഒരു തവണ ഒരു വ്യക്തിയോട് ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ട്രസ്റ്റ് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് ട്രസ്റ്റ് ബ്രേക്കിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. സോ ട്രസ്റ്റ് ഈസ് ദ വാല്യൂബിൾ തിങ് ഇൻ റിലേഷൻഷിപ്പ് ലൈഫ്. അങ്ങനെ പറയാം ചെറിയൊരു ഡെഫിനിഷനായിട്ട്. ട്രസ്റ്റ് ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് റിലേഷൻഷിപ്പ് നടക്കുന്നുണ്ട് ട്രസ്റ്റ് ഇല്ലാതെ. ചില സ്ഥലങ്ങളിൽ ട്രസ്റ്റ് ഒരു ഡ്രാമ മാത്രമാണ്. ഇത്രയും കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസിൽ ട്രസ്റ്റ് എന്താണെന്നുള്ളത് പറയാം. ഐ നെവർ ട്രസ്റ്റ് എ ബോയ്. എനിക്ക് പറ്റില്ല. ബിക്കോസ് ഐ ഹാവ് ലോട്ട്സ് ഓഫ് ബാഡ് എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകും. എല്ലാവർക്കും ഒരു തവണ ബാഡ് എക്സ്പീരിയൻസ് വന്നു, 2 തവണ ബാഡ് എക്സ്പീരിയൻസ് വന്നു, എഗെയിൻ ബാഡ് എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ട്രസ്റ്റ് നമുക്ക് ഇല്ലാതെയാക്കും. അതൊരു ഫാക്റ്റാണ്. ഓക്കെ, ആൻഡ് നമ്മൾ അടുത്തത് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ട്രസ്റ്റ് ആൻഡ് വേറെ എന്തായിരുന്നു? ഞാൻ മറന്നുപോയി. ഓക്കെ, ഐ കാൺട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, സോ ഐ ആം ചെക്കിംഗ് ദ കമൻസ്. And please, myself, Rag, I'm from India, Kerala. This live section we can call BC Talk. BC Talkil ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഓക്കെ, ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ലൈവിൽ വരാം, സംസാരിക്കാം. ഓക്കെ, കില്ലർ ബോയ്സ് എന്താണ്? എനിക്ക് 2 റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഈ കമൻറ്റും റിക്വസ്റ്റും കൂടെ മാനേജ് ചെയ്തതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്.
വൺസ് ഞാൻ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻസ് കാണില്ല. ഓക്കെ, ബട്ട് ഞാൻ നമുക്ക് രഞ്ജിത്ത് കൃഷ്ണനെ ഫസ്റ്റ് നമുക്ക് ലൈവിലോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആൻഡ് അതിനുശേഷം അടുത്ത റിക്വസ്റ്റിലേക്ക് പോകാം. അപ്പോൾ ഓവർ കമൻറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പ്ലീസ് 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 നിങ്ങൾക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ ലൈവിൽ വരാം, സംസാരിക്കാം. ഓക്കെ, രഞ്ജിത്ത് ലൈവ് കേൾക്കുന്നുണ്ടോ? ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ കണക്റ്റ് ആയിരിക്കുന്നതെന്നാണോ? എനിക്കൊരു ഇച്ചിരി സമയം തരാമോ? ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. അപ്പോൾ റിക്വസ്റ്റ് എടുക്കുന്ന സമയങ്ങളിൽ കൂടുതൽ കമൻറ്റ് ചെയ്യാതിരിക്കുക. രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കാം. ഹലോ, ഓക്കെ, നമ്മുടെ ടോപ്പിക് കേട്ടായിരുന്നോ? കേട്ട് ഞാൻ ആദ്യം മുതലേ ഉണ്ടല്ലോ. ഞാനാണല്ലോ പാരൻസിന്റെ സജസ്റ്റ് ചെയ്തത്, പാരൻസ് കെയർ. ഓക്കെ ശരി. ട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒന്നുമില്ല. പരസ്പരം പക്ഷെ ട്രസ്റ്റ് ഇല്ല എനിക്ക് ലൈഫില്. എനിക്ക് ആരെയും ട്രസ്റ്റ് ഇല്ല ലൈഫില്. ട്രസ്റ്റ് ഇല്ലാണ്ട് ഇതില്ലല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ വന്ന് ഇത് ഈ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ട്രസ്റ്റാണ്. മീൻസ് ആൾക്കാർ വരും, കോഓപ്പറേറ്റ് ചെയ്യും, ഗസ്റ്റായിട്ട് കയറും എന്നുള്ളത് തന്നെ ഒരു ട്രസ്റ്റാണല്ലോ. പിന്നെ ആരെയും ട്രസ്റ്റ് ചെയ്യാതെയാണോ വന്നത്? ആരെയും ട്രസ്റ്റ് ചെയ്യാതെ വരുന്നത് ഒരു ട്രസ്റ്റ് എനിക്കില്ല. അല്ല, വന്നാലും ഇല്ലെങ്കിലും ഞാൻ എന്റെ ലൈവിൽ കംപ്ലീറ്റ് ചെയ്യുന്നുള്ള ട്രസ്റ്റ് ഉണ്ട്. അതുണ്ടല്ലോ. വ്യൂവേഴ്സ് വരും, ഈ ലൈവ് 1 hour പോവും, അതും ഒരു ട്രസ്റ്റ് ആണല്ലോ. അതുപോലെ തന്നെയാണ് ട്രസ്റ്റ് ഇല്ലാണ്ട് ലൈഫ് ഇല്ല. ഒരു കമ്പനിയിൽ കുറെ എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അവരുടെ മുകളിലുള്ള ട്രസ്റ്റാണ്. അതുപോലെ എംപ്ലോയീസ് മാനേജ്മെന്റിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത് ഒരു ട്രസ്റ്റാണ്. നമുക്ക് മാനേജ്മെന്റ് ഇന്നത് തരും, ഇങ്ങനെ അത് ചെയ്യും, നമുക്ക് ശരി നല്ലൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഉള്ള ഇൻക്രിമെൻസും പ്രൊമോഷൻസും കിട്ടും. ഇതെല്ലാം ഒരു ട്രസ്റ്റാണ്. അതേപോലെ തന്നെയാണ് ഫാമിലിയിലും. പിന്നെ ഒരു ട്രസ്റ്റ് ഒരു സ്ഥലത്ത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ, ട്രസ്റ്റ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചത് റിക്കവറി തിരികെ വരാൻ വലിയ പാടാണ്. കാരണം ഒരിക്കലും അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അത് തിരികെ കൊണ്ടുവരാൻ വളരെ 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 ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ട്രസ്റ്റ് എപ്പോഴും കീപ്പ് ചെയ്യുക നല്ലതാണ്. നല്ലതിന് ട്രസ്റ്റായിട്ട് എന്താ പറയുക, അതിനെ മാനേജ് ചെയ്ത് പോകും. അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറയുമ്പോൾ എന്താ, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലേ ട്രസ്റ്റ് വരുള്ളൂ. അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ അവിടെ ട്രസ്റ്റ് ഇല്ലല്ലോ. മനസ്സിലായില്ലേ? അതെ, രണ്ടും കണക്റ്റഡ്, ഇന്റർ കണക്റ്റഡ് ആണ്. കാരണം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തടത്ത് ട്രസ്റ്റ് ഇല്ല, അല്ലേ? ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ ആ അണ്ടർസ്റ്റാൻഡിങ് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ആവും. അപ്പോൾ പിന്നെ രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അതെ, അതുകൊണ്ട് ലൈഫായാലും ശരി, ഫാമിലി ലൈഫായാലും ശരി, പ്രൊഫഷണൽ ലൈഫായാലും ശരി, എവിടെ ആയാലും ട്രസ്റ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ടു കീപ്പ് അപ്പ് ദ ട്രസ്റ്റ് ആൻഡ് കണ്ടിന്യൂ, അല്ലേ? അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷെ നമുക്ക് സെൽഫായിട്ട് ട്രസ്റ്റ് ഓക്കെ, പക്ഷെ മറ്റൊരു വ്യക്തിയിൽ ട്രസ്റ്റ് ചെയ്യുന്നത് അത് ശരിക്കും ട്രസ്റ്റ് ചെയ്താലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഒരു വ്യക്തിയുടെ മുകളിൽ ട്രസ്റ്റ് വെച്ചാലല്ലേ. യോജിപ്പിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഇപ്പോൾ നമ്മളൊരു വണ്ടിയിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു വെഹിക്കിളിൽ കയറിയിരിക്കുന്നു, അത് നമ്മളെ നമ്മുടെ ടാർഗറ്റിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എത്തിക്കും, നമ്മുടെ ഡെസ്റ്റിനേഷനിൽ കൊണ്ട് എത്തിക്കും എന്നുള്ളത് ഒരു ട്രസ്റ്റാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറുന്നു, എത്രയോ ഫ്ലൈറ്റ് ആക്സിഡൻ്റ് ആവുന്നു, ഫ്ലൈറ്റ് ഇതാകുന്ന ക്രാഷ് ആവുന്നു, എല്ലാം ചെയ്യുന്നു, വീണ്ടും കയറുകയാണ്. എന്താണ്? അതും ഒരു ട്രസ്റ്റാണ്. കാരണം നമ്മളെ ഡെസ്റ്റിനേഷനിൽ കൊണ്ട് എത്തിക്കും എന്നുള്ള ഒരു ട്രസ്റ്റ്. ട്രെയിൻ അതുപോലെ, ഫോർ എക്സാമ്പിൾ ട്രെയിനിൽ പാളം തെറ്റുന്നു, ആക്സിഡൻ്റ് ആവുന്നു, ഫയർ ആവുന്നു, എന്തൊക്കെയാവുന്നു, പക്ഷെ നമ്മൾ കയറുന്ന ട്രെയിന് പോയി എത്തും. അതൊരു ട്രസ്റ്റാണ്, അല്ലേ? അതാണ് ട്രസ്റ്റ് ഉണ്ടെങ്കിലേ ലൈഫുള്ളൂ. ലൈഫിൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ആണ്.
എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഓക്കെ. പലർക്കും സോ താങ്ക് യു പലർക്കും പല ഡിഫറെൻ്റ് താങ്ക് യു. ഒപ്പീനിയൻസ് ഉണ്ടാവാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു, ഓക്കെ, ബൈ. താങ്ക് യു, ബൈ ബൈ. ആക്ച്വലി ഹി സെഡ് വെൽ. ഓക്കെ, താങ്ക് യു. സോ ആള് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ട്രസ്റ്റ് എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ആളുടേതായ ഒപ്പീനിയൻസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നോർമലി ട്രസ്റ്റ് എന്നൊരു ടോപ്പിക്ക് കേൾക്കുമ്പോൾ, അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളൊരു ടോപ്പിക്ക് കേൾക്കുമ്പോൾ ഫസ്റ്റ് എനിക്ക് മനസ്സിലോട്ട് ഓടി വരുന്നത് റിലേഷൻഷിപ്പ് തന്നെയാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന്. ഇപ്പം ആ ചേട്ടൻ പറഞ്ഞൊരു എക്സാമ്പിൾ ആയിട്ട്, ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ഫ്ലൈറ്റിൽ കയറുമ്പോഴുള്ളൊരു ട്രസ്റ്റ്, ആ ഡെസ്റ്റിനേഷനിൽ എത്തുന്നുള്ളൊരു ട്രസ്റ്റ്, ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആക്ച്വലി ഞാൻ ബോധേഡല്ല അതിനെക്കുറിച്ചിട്ട്. ഫ്ലൈറ്റിൽ കയറുന്നു, എത്തില്ലേ, എത്തുമായിരിക്കും, പക്ഷെ അതൊരു ട്രസ്റ്റിൻ്റെ മുകളിലാണെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. ട്രസ്റ്റ് എന്നുള്ള കാര്യം എനിക്ക് പേഴ്സണലി തോന്നിയത്, ട്രസ്റ്റ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഓടി വരുന്നത് റിലേഷൻഷിപ്പ് തന്നെയാണ്. അത് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പും രണ്ട് വ്യക്തികൾ മെന്റലി ഉള്ള ആ ഒരു കണക്ഷനിലേക്കാണ് എനിക്ക് പേഴ്സണലി പോകുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ പല രീതിയിലുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ മാതിരി പ്രൊമോഷൻസ്, ഒരു വർക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത്, ഇപ്പം ചേട്ടൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വ്യൂവർ വരും എന്നുള്ളത് എൻ്റെ ഒരു ട്രസ്റ്റ് ആണെന്ന് പുള്ളി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ ഇതുവരെ ചിന്തിക്കാത്തൊരു കാര്യമാണ് ആ ഒരു പോയിന്റ്. വ്യൂവർ വന്നാലും ഇല്ലെങ്കിലും എൻ്റെ ദൗത്യം ഞാൻ 1 hour കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് എൻ്റെ ട്രസ്റ്റ് ഞാൻ എന്നിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സെക്കൻഡ് പേഴ്സണിൽ ട്രസ്റ്റ് ചെയ്യാൻ എനിക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല. സെക്കൻഡ് പേഴ്സണിൽ ട്രസ്റ്റ് ചെയ്തത് കൊണ്ട് എനിക്ക് ലൈഫിലൊരു നേട്ടവും വന്നിട്ടില്ല. സെക്കൻഡ് പേഴ്സണിൽ ട്രസ്റ്റ് വെക്കാത്തത് കൊണ്ട് എനിക്കൊരു ലോസും വന്നിട്ടില്ല. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് ഒരു നിങ്ങളുടെ ഒപ്പീനിയൻസ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ട്രസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ്, ഇത് രണ്ടും ബേസിക് ആണ്. പക്ഷേ ഇത് രണ്ടും ഇല്ലാത്ത എത്രയോ ബന്ധങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇത് രണ്ടും തകർന്നടിഞ്ഞിട്ടും ബന്ധങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ട്രസ്റ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രസ്റ്റ് ബ്രേക്കിംഗ്, 2 ട്രസ്റ്റ് ബ്രേക്കിംഗ്, 3ാമതാണ് 4ാമതാണ്, ഇതിങ്ങനെ ബ്രേക്കിംഗ് കണ്ടിന്യൂസ്ലി വന്നിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലേ? ഇനി എന്താണ് നിങ്ങളുടെ കമൻസിലേക്ക് കടന്നാലോ എന്നാലും. ഓക്കെ, അപ്പം നമ്മുടെ ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്ക് 10 മണി മുതൽ 11 മണി വരെയാണ്. ഇന്നത്തെ ടോപ്പിക്കാണ് ട്രസ്റ്റ്. അപ്പം ഈ ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക, ലൈവിൽ വരിക, സംസാരിക്കാം. ഓക്കെ, ഇനി കമൻ്റ് ആണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്കിൽ എൻ്റെ പേഴ്സണലി റിക്വസ്റ്റ് ആണ്, ഞാൻ സംസാരിക്കുമ്പോൾ സ്ട്രെയിറ്റ്ലി നോക്കി സംസാരിക്കുന്നത്. ഐ ഫീൽ മോർ കോൺഫിഡൻസ്, മോർ കംഫർട്ടബിൾ. സോ എപ്പോഴും ഇങ്ങനെ കമൻസ് ഇങ്ങനെ വായിക്കുമ്പോൾ ഐ എം ഗെറ്റിംഗ് ലൈക്ക് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഓക്കെ, സുഖം തന്നെയായിട്ടിരിക്കുന്നു. ഗീവർഗീസ് ബെസ്റ്റ് മെസ്സേജ്. ഓക്കെ കുട്ടേട്ടൻ ആൻഡ് ജംഷി, എന്തുണ്ട് വിശേഷം? യെസ്, അതൊരു എക്സാമ്പിൾ ആണ്. ശരിക്കും ചില സിറ്റുവേഷൻസിൽ നമുക്ക് ജോബ് ലോസ് ആവുന്നുണ്ട്. അപ്പോൾ ആ കമ്പനിയോട് വെക്കുന്ന ട്രസ്റ്റിന് എന്താണ് അവിടെ കാര്യം? ഞാൻ ഒരിക്കലും ഒരു കമ്പനിയിലും ട്രസ്റ്റ് ചെയ്യാത്ത ഒരാളാണ്. ഒരു കമ്പനി എന്നല്ല, ഞാൻ തേർഡ് പേഴ്സൺ. ഐ ആം ദ ഫസ്റ്റ് പേഴ്സൺ, ഐ ആം ദ സെക്കൻഡ് പേഴ്സൺ. എൻ്റെ ഇമോഷൻസ് ആണ് ഫസ്റ്റ് പേഴ്സൺ, എൻ്റെ ലൈക്ക് ഔട്ട് ബോഡിയാണ് എൻ്റെ സെക്കൻഡ് പേഴ്സൺ. പക്ഷെ അത് രണ്ടും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമതൊരു വ്യക്തി എൻ്റെ ട്രസ്റ്റ് ലിസ്റ്റിൽ ഇല്ല. 100% ഞാൻ ഇല്ല എന്ന് തന്നെ പറയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ലൈവ് ഇൻവിറ്റേഷൻ തരണം തീർച്ചയായിട്ടും. ഓക്കെ, കുട്ടിയേട്ടന് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് സംസാരിക്കാനുള്ളത്? നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ട്രസ്റ്റ് ആണ്. അപ്പോൾ ട്രസ്റ്റ് എന്നുള്ള ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ലൈവ് ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ട്, ലൈവിൽ വരിക, സംസാരിക്കാം. ഒന്നുമില്ല വിശേഷം, എന്തു പറ്റി? ഓക്കെ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ബിസി ടോക്ക് എന്ന ഈ ടോക്ക് ഷോയിൽ 10 മണി മുതൽ 11 മണി വരെയുള്ള ഈ ടോക്ക് ഷോയിൽ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ട്രസ്റ്റ് ഉള്ള ആളുകളൊക്കെ പെട്ടെന്ന് ലൈവിലോട്ട് വാ, ട്രസ്റ്റ് ഇല്ലാത്ത ആളുകളും ലൈവിലോട്ട് വാ. എന്തുകൊണ്ടാണ് ട്രസ്റ്റ് ഇല്ലാത്തത്? പ്ലീസ് കാരണങ്ങൾ പറയാ. എന്നെ ട്രസ്റ്റ് ഉണ്ടോ? എത്ര ആൾക്ക് എന്നെ ട്രസ്റ്റ് ഉണ്ട്? ആർക്കെങ്കിലും ഉണ്ടോ? ജസ്റ്റ് എന്തെങ്കിലും കമന്റ് വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെയെങ്കിലും കുറച്ച് പോസിറ്റീവ് കമന്റ്സ്, നെഗറ്റീവ് കമന്റ്സ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്നെ ട്രസ്റ്റ് ഉണ്ട്, എന്നെ ട്രസ്റ്റ് ഉണ്ടെന്നാണോ ഉദ്ദേശിച്ചത്? അതെന്താ എന്നെ ട്രസ്റ്റ് ഇല്ലാത്തത്? എന്നെ എന്താ ട്രസ്റ്റ് ഇല്ലാത്തത്? ആഹാ, കണ്ടോ? ഒരു ടോപ്പിക്കിന് ഒരു ഡിബേറ്റ് സെക്ഷനിലേക്ക് എറിഞ്ഞിട്ടപ്പം ടൈപ്പ് ചെയ്യാത്ത ആളുകൾ ടൈപ്പ് ചെയ്ത് തുടങ്ങി. എവിടെയായിരുന്നു ഇത്ര നേരം? ഷാൻ എവിടെയായിരുന്നു ഇത്ര നേരം? ഇല്ല എന്ന് പറയാൻ മാത്രം സംസാരിച്ചു തുടങ്ങി. ഇത്ര നേരം ഒരു കമന്റ് ഞാൻ കണ്ടിട്ടില്ല. എന്താണ് എന്നെ ട്രസ്റ്റ് ചെയ്യാതിരിക്കാൻ കാരണം? ഞാൻ എന്ത് വിശ്വാസവഞ്ചനയാണ് ചെയ്തത്? ഓക്കെ, ലവ്ലി, എന്ത് വിശേഷം? DGPക്കും എന്നെ ട്രസ്റ്റ് ഇല്ല.
ഞാനും പറയുന്നത് അത് തന്നെയാണ്. എന്നെ ട്രസ്റ്റ് ചെയ്യരുത്. ഞാൻ ഓന്തിനെ പോലെയാണ്, നിറം മാറും. ലൈവ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു സ്വഭാവമായിരിക്കും, ലൈവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറൊരു സ്വഭാവമായിരിക്കും. ഓക്കെ, സോ ഡോണ്ട് ട്രസ്റ്റ് മീ, ഡോണ്ട് ട്രസ്റ്റ് മൈ വേർഡ്സ്, ഡോണ്ട് ട്രസ്റ്റ് മൈ ലൈവ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ട്രസ്റ്റ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന ആ വ്യക്തി ആരാണ്? അത് നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു വ്യക്തി മൂലം വന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാം. ട്രസ്റ്റ് ബ്രേക്കായ മൊമെന്റിനെ കുറിച്ച് സംസാരിക്കാം. 1, 2, 3 പ്രാവശ്യം ട്രസ്റ്റ് ബ്രേക്കായി ഒടുവിൽ ട്രസ്റ്റ് ഉള്ള ഒരു പേഴ്സണെ ഫൈൻഡ് ഔട്ട് ചെയ്ത മൊമെന്റിനെ കുറിച്ച് സംസാരിക്കാം. നിങ്ങളെ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ കോൺഫിഡൻസിനെ കുറിച്ച് സംസാരിക്കാം. അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്താ പറയേണ്ടതെന്ന് ആലോചിക്കുന്നത്. ഓക്കെ, ആരെയും ട്രസ്റ്റ് ഇല്ലാന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പറയും, ഞാൻ ഇനിയും കോൺഫിഡൻസോട് കൂടി പറയും, എനിക്ക് ആരെയും ട്രസ്റ്റ് ഇല്ല. സോറി, ആരെയും ട്രസ്റ്റ് ഇല്ല. നോ, ആരെയും ട്രസ്റ്റ് ഇല്ല. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ആ പേഴ്സണൽ ഒപ്പീനിയൻ്റെ പിറകിലും കുറേ കാര്യങ്ങൾ ഉണ്ടാകാം, എൻ്റെ എക്സ്പീരിയൻസസ് ഉണ്ടാകാം. ട്രസ്റ്റ് എന്നുള്ളത് നമ്മൾ ഒരു തവണ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ആ ട്രസ്റ്റ് എന്നുള്ള ആ വേർഡായിട്ടേ കിടക്കുകയുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ? ട്രസ്റ്റ് ഗോഡോ? നോ, സോറി. ഓക്കെ, സോ എന്താണ് ചോദ്യം ഉള്ളത്? ആ ചോദ്യം കേൾക്കാം. അതിന് മുന്നേ നമുക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഹലോ, യെസ്, കേൾക്കുന്നുണ്ടോ? ആരെയും ട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടൊരു ചോദ്യം ചോദിക്കാം. ചോദിച്ചോളൂ. ഫോണിന്റെ പാസ്വേഡിനെ ട്രസ്റ്റ് ഉണ്ടോ? ഫോണിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഫോണിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല. ജുഡീഷ്യറി ട്രസ്റ്റ് ചെയ്യുന്നില്ല. എന്തിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ? ജുഡീഷ്യറി, നിയമവ്യവസ്ഥയെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ? നിയമവ്യവസ്ഥയാണോ? നിയമവ്യവസ്ഥയെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ? നിയമം ചില സമയങ്ങളിൽ കാശിനനുസരിച്ച് മാറി പോകുന്നില്ലേ? ഫോണിന്റെ പാസ്വേഡിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല. ഫോണിന്റെ പാസ്വേഡോ? ഇല്ല. ഓക്കെ, എങ്കിൽ ശരി. പോലെ അവിടെ നിൽക്ക്. അങ്ങനെ ശരി പറഞ്ഞു പോലെങ്കിൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന, ട്രസ്റ്റ് ചെയ്യുന്ന ആ വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന വ്യക്തിയോ? എന്റെ ഫോണിനെ. വ്യക്തിയല്ല ഞാൻ പറയുന്നത്. വ്യക്തിയാണ്, ഒബ്ജക്റ്റ് അല്ല, വ്യക്തിയാണ്. അമ്മയായിരിക്കും. ഓക്കെ, ഫൈൻ. ഞാനൊരു കാര്യം സെയിം ഇപ്പൊ ഫോണിന്റെ പാസ്വേഡിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് ചോദിക്കുകയാണ്. നിങ്ങളുടെ ഫോണിന്റെ പാസ്വേഡ് 4-5 പ്രാവശ്യം നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് ഒരാൾക്ക് എടുക്കാൻ പറ്റില്ലേ? അതെങ്ങനെ പാസ്വേഡിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യാം? പിന്നെന്തിനാ പാസ്വേഡ് ഇടുന്നത്? ഫോണിൽ ഇടാതിരുന്നാ പോലെ ട്രസ്റ്റ് ഇല്ലെങ്കിൽ. പാസ്വേഡ് ഇടുന്നത് ഓക്കെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ? അക്കൗണ്ട് ഉണ്ട്. എന്തുകൊണ്ട് പൈസ പേഴ്സിൽ വെക്കാതെ ബാങ്കിൽ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്? ബാങ്കിനോട് ട്രസ്റ്റ് വെച്ചോണ്ടല്ലേ? കയ്യിൽ വെച്ച് ചെലവാക്കുന്നുള്ള പ്രശ്നം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ പൈസ ഉപയോഗിക്കാതിരുന്നാ പോരെ? കയ്യിൽ വെച്ച് ചെലവാക്കും എന്നുള്ള ട്രസ്റ്റ് കുറവ് കൊണ്ടാണ്. അപ്പൊ ബാങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചെലവാക്കില്ല? മതിയോ? ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ? ബാങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചാടിക്കരി ചെലവാക്കൂലല്ലോ. ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ? കള്ളൻ എടുക്കും എന്നുള്ളൊരു ട്രസ്റ്റ് കുറവുണ്ട്. ബാങ്കിൽ അങ്ങനെ ട്രസ്റ്റ് ഉണ്ട്? മതിയില്ലേ തൽക്കാലത്തേക്ക്? അല്ല, കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ കള്ളൻ എടുക്കും എന്ന് കൊണ്ടുകൊണ്ടല്ലേ ബാങ്കിൽ ഇട്ടത്? ബാങ്കിൽ ഒരു ട്രസ്റ്റ് വെച്ചോണ്ടല്ലേ? ഞാനൊരു വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ശരി. ശരി, ഞാൻ പോട്ടെ. ബൈ. ഗുഡ് നൈറ്റ്. ബൈ. താങ്ക് യു. ശരി എന്നാൽ. താങ്ക് യു, ബൈ. സോ ഞാൻ വീണ്ടും പറയണേ, ഞാൻ വ്യക്തികളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ട്രസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ വരെ ട്രസ്റ്റ് പറയേണ്ടി വരും. രാവിലെ എണീക്കുമ്പോൾ പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നുള്ളതൊരു ട്രസ്റ്റാണ്. പുറത്തിറങ്ങിയ ബസ് കിട്ടുന്നുള്ളതൊരു ട്രസ്റ്റാണ്. അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വ്യക്തികളുടെ കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ കൺഫേം ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടിക്ടോക്ക് ലൈക്ക് ബിസി ടോക്ക് ഷോയിലെ ഇന്നത്തെ ടോപ്പിക് ട്രസ്റ്റ് ആണ്. ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. സോ ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഞാൻ മറന്നുപോയി. ഞാൻ ഈ 009648 ഞാൻ ബ്ലോക്ക് ചെയ്യില്ല, പക്ഷെ ഞാൻ റിക്വസ്റ്റ് തന്നിട്ടുണ്ട് ലൈവിൽ വന്ന് സംസാരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പുരുഷത്വത്തിൽ ട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ ഫേക്ക് ഐഡി ഇട്ടിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പുരുഷത്വത്തിനെ വെല്ലുവിളിക്കുകയാണ്, ലൈവിൽ വന്ന് സംസാരിക്കാം.
ഓക്കെ, സോറി ഡിയർ. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ട്രസ്റ്റ് ആണ്. ട്രസ്റ്റ് ഉള്ളവരും ട്രസ്റ്റ് ഇല്ലാത്തവരും ലൈവിൽ വന്നിട്ട് നിങ്ങളുടെ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ വീണ്ടും ആദ്യത്തെ ഒരു പോയിന്റിലോട്ട് കടക്കുകയാണ്. എനിക്ക് ആരെയും ട്രസ്റ്റ് ഇല്ല എന്നുള്ളൊരു വേർഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന് ഞാൻ പറയാം, എന്നെ പോലെ ആരെയും ട്രസ്റ്റ് ഇല്ലാത്ത പലരും ഈ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ടാക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് സംസാരിക്കുക. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ആരെയും ട്രസ്റ്റ് ഇല്ലാതെ പോകുന്നത്? എന്തുകൊണ്ടായിരിക്കും? എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ പറയാൻ? നമുക്ക് ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ലൈഫിൽ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു തവണയെങ്കിലും നമ്മുടെ ലൈഫിൽ കടന്നു പോയിട്ടുണ്ടാകും. ട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്ന സമയത്തും എപ്പോഴെങ്കിലും പണ്ടെങ്ങാണ്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും അമിതമായി ട്രസ്റ്റ് ചെയ്ത ഒരു വ്യക്തി ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. ഈ വ്യക്തിയുടെ അടുത്തുനിന്ന് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ നിന്ന് ട്രസ്റ്റ് എന്നുള്ള വേർഡ് തന്നെ ഇഗ്നോർ ആവുന്നത്. ആണോ അല്ലേ? സത്യമാണോ അല്ലേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഞാൻ കമൻറ്റ് ചെയ്യുക എന്ന് പറയാന്നല്ലാതെ എൻ്റെ ടോപ്പിക്കിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ ലൈവിൽ വന്ന് സംസാരിക്കാൻ ശ്രമിക്കൂ. ആൻഡ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്, നമ്മൾ ലൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് സംസാരിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മൈസെൽഫ് റാഗ്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദീസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണി മുതൽ 11 മണി വരെയാണ്. ഓരോ ദിവസം ഓരോ ടോപ്പിക്കാണ് ചൂസ് ചെയ്യാറ്. ഇന്നത്തെ ടോപ്പിക്കാണ് ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. സോ ഈ 2 ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറേ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പുട്ടിൽ തേങ്ങ വെക്കുന്ന പോലെ ഇടുന്നുണ്ട്. അതിലെന്തെങ്കിലും പൊട്ടത്തരങ്ങളുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുക. എന്തെങ്കിലും നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യോജിക്കുന്നു എന്ന് പറഞ്ഞ പോലെ യോജിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആണെങ്കിൽ അങ്ങനെ സംസാരിക്കാം. പക്ഷെ പ്ലീസ് യൂസ് മൈക്ക് യൂസ് ചെയ്യണ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് സംസാരിക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് നോക്കി സംസാരിക്കുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റിംഗ് സ്റ്റൈല്. കമൻറ്റ് നോക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കണം. ലൈറ്റിങ് കറക്റ്റായിട്ട് കണ്ണിലടിക്കുമ്പോൾ എനിക്ക് കമൻറ്റ് വായിക്കാൻ അത്ര പറ്റുന്നില്ല. സോ അതൊന്ന് ശ്രദ്ധിക്കാം. സോ ലൈവിൽ റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൈവിൽ വന്ന് സംസാരിക്കാൻ ശ്രമിക്കാം. ഇഷ്ടമല്ല നമ്മുടെ ടോപ്പിക്ക് ട്രസ്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഷെജീബിൻ്റെ കമൻറ്റിനോട് ഞാനൊരു ട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പറയാം. നിങ്ങൾക്കൊരു വ്യക്തിയെ ഇഷ്ടമുണ്ട്, പക്ഷെ തുറന്നു പറയാനുള്ള പറ്റാത്ത റീസൺ നിങ്ങളിൽ ഉള്ള ട്രസ്റ്റ് പ്രോബ്ലം ആണ്. അത് സെൽഫ് ട്രസ്റ്റ് പ്രോബ്ലം ആണ്. നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളതിൽ നിങ്ങൾ അങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള ട്രസ്റ്റ് പ്രോബ്ലം ആയിരിക്കും. അങ്ങനെയുണ്ട്. നമുക്ക് ട്രസ്റ്റുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാൽ എങ്ങനെ സംസാരിച്ചാലോ? ചുമ്മാ ജസ്റ്റ് കിഡിങ്. ഓക്കെ, അടുത്തത് എന്താണ്? കമൻറ്റ് മുകളിൽ വന്ന കമൻസ് ഒക്കെ ആ വഴിക്ക് പോയിട്ടുണ്ട്. ഞാൻ കമൻസ് വായിക്കാത്തതാണെങ്കിൽ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ഇട്ടോളൂ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ട്രസ്റ്റ് ആൻഡ് വേറെ എന്തായിരുന്നു? ട്രസ്റ്റ് അല്ലാതെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? നിങ്ങൾ എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ വല്ലതും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ? അല്ല, നിങ്ങളൊന്ന് പറഞ്ഞേ. അതിനെന്താ വഴിയെന്നോ? അതിനുള്ള വഴി നമുക്ക് പിന്നെ സംസാരിക്കാം, ഇപ്പോഴല്ല, പിന്നെ സംസാരിക്കാം. സോ എൻ്റെ ലൈവ് കാണുന്ന ആളുകൾ, എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ആളുകൾ, എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ. എന്നെ ഒട്ടും ട്രസ്റ്റ് ഇല്ലാത്ത, എൻ്റെ ലൈവിന് എന്ത് മാങ്ങിയവളി പറയുന്നത് ഒന്നും അണ്ടർസ്റ്റാൻഡ് ആവുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളൂ. അത് പറയുമ്പോൾ മാത്രം കമൻറ്റ്സ് വരുന്നുണ്ട്. വി കാണ്ട് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. ഐ നോ യു കാണ്ട് അണ്ടർസ്റ്റാൻഡ്. ഒന്നും മനസ്സിലായി. ഓക്കെ, ഇപ്പോൾ പറയാനല്ല, നമുക്ക് DGPനെ ഗസ്റ്റ് എടുക്കാം. 10:32 11 മണി വരെ സമയമുണ്ട്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ട്രസ്റ്റ് എവിടെയാണ് ബ്രേക്ക് ആയത്. DGP കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇന്നെന്താ ഇങ്ങനത്തെ ഒരു ടോപ്പിക് എടുക്കാൻ കാരണം? ഇന്നെന്താണ് ഇങ്ങനത്തെ ഒരു ടോപ്പിക് എടുക്കാൻ കാരണം? കേൾക്കുന്നുണ്ട്, പറഞ്ഞോ DGP. ഓക്കെ, ടോപ്പിക് ഒന്നുകൂടെ പറഞ്ഞേ. ടോപ്പിക് ട്രസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. ഈ ട്രസ്റ്റ് എന്ന് പറയുമ്പോ വ്യക്തികളോടും നമ്മുടെ കുടുംബത്തിലും വരുന്ന 2 വ്യത്യാസങ്ങളില്ലേ? DGPയുടെ ഒപ്പീനിയൻ ആയിട്ട് തന്നെ സംസാരിക്കാം.
ഓക്കെ. നമുക്ക് മാതാപിതാക്കളോട് വരുന്നത് ഒരു വികാരമാണ്. അത് ആ രൂപത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ നമുക്ക് പേഴ്സണായിട്ട് കണക്കാക്കുമ്പോൾ അത് വേറെ രൂപത്തിലാണ് വരിക. രണ്ടും രണ്ടാണ്. ഉം. ആണോ അല്ലയോ? ആയിരിക്കാം. ഓക്കെ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് മാതാപിതാക്കളോട് എങ്ങനെയാണ് ബാധ്യത? അത് ഏത് തരത്തിലാണ് താങ്കൾ എടുക്കുന്നത്? ഓക്കെ, എന്നോടാണ് ചോദ്യം. ചോദ്യം. ഓക്കെ, ഓക്കെ. എനിക്ക് ആരെയും ട്രസ്റ്റ് ഇല്ല. എനിക്ക് ആരെയും ട്രസ്റ്റ് ഇല്ല. എനിക്ക് ആരെയും ട്രസ്റ്റ് ഇല്ല. ഓക്കെ. അങ്ങനെ വരുമ്പോ പിന്നെ അത് അതിനുള്ള റീസൺസ് ചോദിക്കരുത്, കാരണം അതെന്റെ ഇല്ല ഇല്ല, പേഴ്സണൽ ലൈഫാണ്. അതുകൊണ്ടാണ് പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞത്. വീണ്ടും ഓക്കെ, പറഞ്ഞു, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അതുകൊണ്ട് ഇനി ചോദിക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ഓക്കെ, അത് ചോദിക്കുന്നില്ല. ഓക്കെ, പിന്നെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു. എന്താണ് ഈ ട്രസ്റ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും? അതായത് സോറി DCP, നമുക്ക് ഞാൻ ചോദിച്ചോട്ടെ? ഇപ്പൊ എന്നോട് ആരെയാണ് ഓക്കെ. ട്രസ്റ്റ് എന്ന് ചോദിച്ച സ്ഥിതിക്ക് ചോദിക്കാൻ. അതായത് നമുക്കൊരു, അതായത് ഒരാളോട് നമുക്ക് ചെയ്യുന്നൊരു സൽപ്രവൃത്തി, അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്നൊരു ഉപകാരം, അല്ലെങ്കിൽ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന ഒരു, അതിപ്പോ ഒരു ഭർത്താവ് ആയിക്കോട്ടെ, ജ്യേഷ്ഠനായിക്കോട്ടെ, പെങ്ങളായിക്കോട്ടെ, ആരായിക്കോട്ടെ, അല്ല ആ കുടുംബത്തെ മാറ്റി നിർത്തിയിട്ട് പുറത്തുനിന്ന് വരുന്ന ആളാണെങ്കിൽ അവർ നമുക്ക് ചെയ്തു തരുന്ന ഒരു സഹായം, ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് നമുക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അവർക്കോ അവർ നമുക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ബന്ധം കുറെ കാലം ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് അവർക്കോ ഒരു ബിഹേവിയർ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ വരുന്ന ആ മാറ്റത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വ്യക്തിയെ ഒഴിവാക്കുന്നു. ഓക്കെ DCP പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ. അയ്യോ, എനിക്കൊരു കോളും വന്നു അതിലിടയ്ക്ക്, ഞാൻ ഒന്ന് താഴെ ഇറങ്ങുന്നുണ്ട്. ഓക്കെ, ഇത് താങ്ക് യു നമുക്ക് DCP. സംസാരിക്കാം. ടേക്ക് കെയർ. ഞാൻ ഇതില് DCP പറഞ്ഞൊരു ചോദ്യത്തിന് എന്റെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു മറുപടി ആയിട്ട് പറയാണ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ട്രസ്റ്റ്? ഈ ലൈവ് കാണുന്ന ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ട്രസ്റ്റ്? എന്താണ് ട്രസ്റ്റ്? നിങ്ങളുടെ ഒപ്പീനിയനിൽ എന്താണ് ട്രസ്റ്റ്? ബാക്കി എല്ലാ തമാശകളും തൽക്കാലത്തോട്ട് മാറ്റി വെച്ച്, എക്സ്ട്രാ വരുന്ന കമന്റ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഒപ്പീനിയനിൽ എന്താണ് ട്രസ്റ്റ്? ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കാം. എന്താണ് ട്രസ്റ്റ്? പലർക്കും പലതാണ് ട്രസ്റ്റ്. ആണോ അല്ലേ? പരസ്പരം വിശ്വാസമാണ് ട്രസ്റ്റ്. ശരി, പക്ഷെ ഈ വിശ്വാസം, ട്രസ്റ്റിന്റെ മലയാളം വേർഡാണ് വിശ്വാസം അല്ലേ? എൻ്റെ ഒപ്പീനിയൻ ഞാൻ ചോദിക്കുകയാണ്, പലർക്കും പലതല്ലേ വിശ്വാസം? ആണോ അല്ലേ? നിങ്ങളുടെ നോർമൽ കമൻസ് ചെയ്യാം. പലർക്കും പലതാണ് വിശ്വാസം. യെസ്, എനിക്ക് ഈ ലൈവ് കാണുന്ന ഓരോ വ്യൂവേഴ്സിനോടും എന്ത് വിശ്വാസമാണ് ഉണ്ടാവുക? എന്തെങ്കിലും വിശ്വാസം വെക്കേണ്ട ആവശ്യമുണ്ടോ? ആ വിശ്വാസം എന്നെ ബാധിക്കുന്നില്ല അല്ലേ? എനിക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലൈവിൽ വന്നാലും ഇല്ലെങ്കിലും, കണ്ടാലും കണ്ടില്ലെങ്കിലും നിങ്ങളെ ബാധിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. വിശ്വാസം വെക്കേണ്ടതായിട്ട് വരുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ ലൈവ് തുടങ്ങിയപ്പം എൻ്റെ അടുത്ത് ആരെ സംസാരിച്ചത് ഞാൻ ഓർക്കുന്നില്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെയിലി ലൈവ് ചെയ്യുമ്പം ഈ ലൈവിൽ വ്യൂവേഴ്സ് വരും എന്നുള്ളതൊരു വിശ്വാസമല്ലേ എന്ന്. ഒരിക്കലും അല്ല. കാരണം എന്നെ അത് ബാധിക്കുന്നില്ല. വന്നാൽ സന്തോഷം, ഇല്ലെങ്കിൽ അത് എൻ്റെ മുകളിലുള്ള ട്രസ്റ്റ്, എൻ്റെ കോൺഫിഡൻസ് ഞാൻ കുറയ്ക്കരുത് എന്നുള്ളത്. ഓക്കെ, പലർക്കും പല രീതിയിലുള്ള ട്രസ്റ്റുകളായിരിക്കും ഉണ്ടാവുക. പല രീതിയിലുള്ള ട്രസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ എടുക്കുകയാണെങ്കിൽ, എൻ്റെ ഉറ്റ സുഹൃത്ത്, ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന സുഹൃത്ത്, നിങ്ങൾക്കും നോക്കാം അല്ലേ? നിങ്ങളുടെ ഉറ്റ സുഹൃത്ത്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന സുഹൃത്ത്, ആ സുഹൃത്ത് ഒരിക്കലും ഒരു രഹസ്യങ്ങളും പുറത്തു പറയില്ല എന്നൊരു വിശ്വാസം. ആ വിശ്വാസത്തിന്റെ മുകളിൽ നിങ്ങൾ തുറന്നു പറയുന്ന രഹസ്യങ്ങൾ, അതൊരു ട്രസ്റ്റ് അല്ലേ? അതൊരു ട്രസ്റ്റ് ആണോ അല്ലേ? ചില സമയങ്ങളിൽ നിങ്ങൾ ഡെയിലി അവരുടെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പം അവരാദ്യം മുന്നിൽ കാണും എന്നുള്ളതൊരു ട്രസ്റ്റ് അല്ലേ? ആണോ അല്ലേ?
പ്രോബ്ലം അല്ല. ഞാൻ നോർമലി ഞാൻ വളരെ സിമ്പിളായിട്ട് സംസാരിക്കുകയാണ്. ഇന്നത്തെ ബിസി ടോക്കിൽ നമ്മുടെ ടോപ്പിക്കാണ് ട്രസ്റ്റ്. സോ ഞാൻ ട്രസ്റ്റിനെ കുറിച്ചിട്ട് എനിക്കറിയുന്ന രീതിയിലാണ് വിശദീകരിക്കുന്നത്. നിങ്ങൾക്ക് പല രീതിയിൽ സംസാരിക്കാം അല്ലേ? ഒരു വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ, ആ വ്യക്തിയെ നമുക്ക് വേണമെന്ന് തോന്നുമ്പോൾ, ആ വ്യക്തിയോട് അറ്റാച്ച്മെന്റ് തോന്നുമ്പോൾ, വ്യക്തിത്വത്തിലാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ലൈവ് ഷോസിനെ കുറിച്ചിട്ടല്ല സംസാരിക്കുന്നത്. അപ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ നോക്കുന്നത്, ബന്ധങ്ങളിൽ ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ നോക്കുന്നത്. വൺസ് വി ബ്രേക്ക് ദ ട്രസ്റ്റ്, ഒരു തവണ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾ വീണ്ടും ട്രസ്റ്റ് ചെയ്യും, വീണ്ടും ട്രസ്റ്റ് ചെയ്യും, സെക്കൻഡ് ചാൻസ് കൊടുക്കും. വീണ്ടും ബ്രേക്ക് ചെയ്താലോ വീണ്ടും ട്രസ്റ്റ് ചെയ്യും. എത്ര തവണ നമ്മൾ ഒരു ട്രസ്റ്റ് ബ്രേക്കിംഗ് വരുന്നതിനനുസരിച്ചിട്ട് വീണ്ടും 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 ട്രസ്റ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ സെൽഫ് ട്രസ്റ്റ് എന്താണ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഓവർ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ടോണി ലൈവിലുണ്ട്. 10:39 11 മണിക്ക് സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഒരുപാട് എനർജി ഇല്ല. ഓൾറെഡി ഒരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഓക്കെ, ടോണി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹൗ ആർ യു? എന്താണ് കുറെ നേരമായിട്ട് ലൈവില് എന്തോ സംസാരിക്കാനുണ്ടെന്ന് തോന്നി, പറഞ്ഞോളൂ. നിന്റെ ടോപ്പിക് ട്രസ്റ്റ് എന്നുള്ളതല്ലേ? ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റാൻഡിങ് പല വിധത്തിലുള്ള. ട്രസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ദൈവവിശ്വാസം പോലെയാണ് ട്രസ്റ്റ്. ഓക്കെ, അതായത് ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. ഓക്കെ, ഓരോരാൾക്കാരെ വിശ്വാസമാണ് ട്രസ്റ്റ് ചെയ്യുന്നത് അവരെ സെൽഫ് ഡിഫെൻഡ് വിശ്വസിക്കുന്നതാണ്. ചിലപ്പോ സെൽഫ് ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് അറിയാൻ പറ്റൂല അത് ട്രസ്റ്റ് ആണോ അല്ലേന്ന്. അതിന് വേറെ ടോപ്പിക് എന്തിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ടോപ്പിക്? ആ ഒരു ടോപ്പിക് എന്ന ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഹലോ ആ ടോപ്പിക് ആവശ്യമില്ല എന്നാണോ? ട്രസ്റ്റ് ആക്ച്വലി ടോപ്പിക് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ടോപ്പിക് ഒരാൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ട്രസ്റ്റ് എന്നുള്ള ടോപ്പിക്കിന്റെ ആവശ്യം എന്ന് വെച്ചെങ്കിൽ വേറെന്തെങ്കിലും ഒക്കെ. പക്ഷെ ഇതിനെ കുറിച്ചിട്ട് ആൾക്ക് എന്തും പറയാം, അങ്ങനെ പറയാൻ പാടില്ല. ഇത് ഞാൻ പറഞ്ഞത് ദൈവവിശ്വാസം പോലെയാണ് ട്രസ്റ്റ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ട്രസ്റ്റ് ചെയ്യുന്നത്. ആൾക്കാർ നമ്മൾ വിചാരിക്കും അവർ ട്രസ്റ്റ് ഒന്നും മനസ്സിലാവുന്നില്ല. ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഓടി വരുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. എന്റെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ട്രസ്റ്റ് ബ്രേക്കിംഗ് കിട്ടിയ സിറ്റുവേഷൻ. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ വിശ്വാസമാണ് അവര് ട്രസ്റ്റ് ചെയ്തതെന്ന്. യെസ്, നമ്മളെ വിശ്വാസം മാത്രം. ഓക്കെ, അവര് ട്രസ്റ്റ് ചെയ്യണമെന്നില്ല. അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചെങ്കിൽ സ്വഭാവത്തെ അനുസരിച്ചിട്ടാണ്. ആ ഓരോരാളെ വ്യക്തിപരമായ സ്വഭാവമാണ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സ്വഭാവമായിരിക്കും ചിലപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ആവുക. ചിലപ്പോ കെയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോ വെരി ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ്. അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തില് ചിലപ്പോ ഫൈനാൻഷ്യലി പ്രോബ്ലത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ്, അങ്ങനെ അത് വേറെ ടോപ്പിക്കാണ്. ഇതല്ല, രണ്ട് മിക്സ് അല്ല. ഓക്കെ ടോണി, ആക്ച്വലി ഈ ടോപ്പിക് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ടോപ്പിക്കാണ്. പക്ഷെ 1 മണിക്കൂർ സ്റ്റാർട്ട് ചെയ്തപ്പം സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി. ഇത് താല്പര്യമില്ലാത്ത ഇതിന് ഉത്തരവില്ല. ഇതെന്താണ് ശരിക്കും ആർക്കും പറയാൻ പറ്റില്ല. എന്താണ് ഉത്തരം അല്ല, എന്താണ് കറക്റ്റ് എന്ന് ആർക്കും പറയാൻ പറ്റാത്തൊരു ചോദ്യമാണ്. പിന്നെ ഇത് ഓക്കെ, ശരി ടോണി, താങ്ക് യു, ബൈ. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സോ ഇതിൽ ബാഡ് കമൻസ് ചെയ്യുന്ന എല്ലാ മാന്യന്മാരോടും പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിനോടൊരു ട്രസ്റ്റ് കാണിക്കുക. ഫാമിലി നിങ്ങളോടൊരു ട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. എൻ്റെ മോൻ എവിടെയും വഴി വിട്ടു പോകൂലല്ലോ എന്നൊരു ട്രസ്റ്റ് കാണിക്കുന്ന അമ്മ നിങ്ങളുടെ അടുത്തുണ്ട്. ഉണ്ട് എന്നൊരു ട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നല്ല വഴികൾ മുന്നോട്ടേക്ക് തുടരാം. നല്ലത് മാത്രം വരട്ടെ. ഓക്കെ, നമുക്ക് അടുത്തത് ഗോഗൂസിനെ നോക്കാം. ഹായ് ഗോഗൂസ്. ഹലോ, എന്ത് വിശേഷം?
സുഖമായിരിക്കണം. എന്താ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. പറഞ്ഞോളൂ. ട്രസ്റ്റും അണ്ടർസ്റ്റാൻഡിംഗും ഉള്ള ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും ഫസ്റ്റ് സംസാരിക്കാനുണ്ടോ? ഓഫ് ഓൾ, ലാസ്റ്റ് എനിക്ക് മിനിങ്ങാന്ന് റിക്വസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ പുറത്താവണം, എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ഫസ്റ്റ് ഒരു സോറി പറയുക. ഇപ്പോൾ നമ്മുടെ ഇറ്റ്സ് ഓക്കെ. ടോപ്പിക്ക് ട്രസ്റ്റ് അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് അല്ലേ. എനിക്ക് തോന്നുന്നു ഒരു ലൈഫിൽ നമുക്ക് ഏറ്റവും യെസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒരു കോയിൻ്റെ രണ്ട് വശം എന്ന് പറഞ്ഞ പോലെ ട്രസ്റ്റും അണ്ടർസ്റ്റാൻഡിങ്ങും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ ഒരു ഫാമിലി ലൈഫ് ആയിക്കോട്ടെ, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലായിക്കോട്ടെ, ഏതൊരു മേഖലയിലാണെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടോട് കൂടിയിട്ട് നമുക്ക് ഒത്തിരി സമയമെടുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഘടകമായിരിക്കും. പക്ഷേ ഒരു സിംഗിൾ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ മതി അത് ഫുള്ളായിട്ട് പാളിപ്പോവാനും. അതുപോലെ തന്നെ ഒരു വ്യക്തിനെ നമുക്ക് സംസാരിക്കാം, ഒരു സബ്ജക്റ്റിലായിക്കോട്ടെ, ഒരു സാഹചര്യത്തിലായിക്കോട്ടെ ഒക്കെ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അല്ലെങ്കിൽ ആ വ്യക്തി, അല്ലെങ്കിൽ നമ്മുടെ ഭാഗം മാത്രമല്ലാണ്ട് മറുവശം, ഒപ്പം നിൽക്കുന്ന ഒരാളുടെ വശവും കൂടി ചിന്തിച്ചുകൊണ്ടൊരു കാര്യത്തിൽ തീരുമാനം എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റണം. അത് എന്ത് കാര്യത്തിലാണെങ്കിലും. എങ്കിൽ മാത്രമേ അതൊരു സക്സസ്ഫുള്ളായിട്ട്. കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. അപ്പം ഞാൻ ഇത്ര നേരം പറഞ്ഞത് കേട്ടില്ല? ഇല്ല, ഞാൻ കേട്ടു. ഇടയ്ക്ക് എവിടെയോ ഒന്ന് സ്റ്റെക്ക് ആയപ്പോഴാണ് ഞാൻ ഹലോ പറഞ്ഞത്. എന്നെ ട്രസ്റ്റ് ചെയ്യൂ. ഓക്കെ, ഫൈൻ. ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണം. ഓക്കെ. പറഞ്ഞോളൂ. അപ്പോൾ ഇത് തന്നെയാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, പരസ്പരം വിശ്വാസമുള്ളിടത്ത് മാത്രമേ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരത്തുള്ളൂ. അപ്പം വിശ്വസിക്കുക, ഒപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെയും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് നമ്മുടെ ലൈഫിലെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം ബ്രോ കൂടിയാണ്. പറഞ്ഞില്ലേ, പറഞ്ഞോളൂ. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു ട്രസ്റ്റും അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ലൈഫിന്റെ ഒരു പ്രധാന ഘടകമാണ് അതെന്ന് പറഞ്ഞു. ഉവ്വ്. ശരിക്കും അത് സത്യമാണോ? ജീവിതത്തിന്റെ പ്രധാന ഉറപ്പായിട്ടും ഘടകം ആണോ? ഉറപ്പായിട്ടും നമുക്ക് ഒരു കാര്യം നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യണമെങ്കിൽ ഈ രണ്ട് സാധനം വേണമല്ലോ നമ്മൾ ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നൊരു പ്രവൃത്തി, അല്ലെങ്കിൽ ഞാൻ ഒരാളുടെ കൂടെ സൗഹൃദം കൂടട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങട്ടെ, എനിക്ക് ഫസ്റ്റ് വേണ്ട അതിലേക്ക് ഒരു വിശ്വാസമാണ് വേണ്ടത് അല്ലേ. ആ വിശ്വാസം ഇല്ലാതെ നമ്മൾ എന്തിലിറങ്ങിയാലും കട്ട ഫ്ലോപ്പായിരിക്കും. അതേസമയം നമ്മൾ ഇറങ്ങുന്ന കാര്യത്തിൽ ഇറങ്ങുന്നതിനോടൊപ്പം നമ്മളോടൊപ്പം പല സാഹചര്യങ്ങളിൽ പല വ്യക്തികളും പല സാഹചര്യങ്ങളും നമ്മളെ കൂടെ കടന്നു വരാം. അതിനെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ വീഴ്ചകളാണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മൾ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൂടെ കൊണ്ടുപോകണം. അപ്പം വിശ്വാസം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാര്യവും നമ്മുടെ ലൈഫിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആൻഡ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഓക്കെ, എനിക്ക് നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് തോന്നിയത്. ലൈക്ക് എങ്ങനെ? വൺസ് നമ്മള് പേഴ്സണൽ ട്രസ്റ്റ്, പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ് ബിൽഡപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ വി ആർ വെരി സ്മൂത്ത് ടു ദ സക്സസ് വേ. പേഴ്സണൽ സ്ട്രെസ്, പേഴ്സണൽ ആയിട്ടുള്ള ട്രസ്റ്റും പേഴ്സണൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് ഉദ്ദേശിച്ചത് ഓപ്പോസിറ്റ് അല്ല, നമ്മൾ ഏത് ഓപ്പോസിറ്റ് നമ്മളെ സിറ്റുവേഷനിലാണ് ഡൗൺ ആകുന്നത്. ഓക്കെ, ഫൈൻ. അപ്പം നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ പലതുണ്ടാവാം അല്ലേ, നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവാം. അപ്പം നമുക്ക് ആ അണ്ടർസ്റ്റാൻഡിങ് ആ പറയുന്ന വിഷയങ്ങളോട് അല്ലെങ്കിൽ പോകുന്ന സാഹചര്യങ്ങളോടും ഇല്ലെങ്കിൽ അത് എത്രമാത്രം നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും? നമ്മുടെ മാത്രം സാഹചര്യം മാത്രം നോക്കിയാൽ മതിയോ? ഒരിക്കലുമില്ല. അവിടെയാണ് നമ്മളൊരു ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന്. എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല. നമുക്ക് മറ്റുള്ളവരുടെ ഒരു സാഹചര്യം കൂടെ ഉൾക്കൊള്ളണം, എങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അല്ലാതെ സെൽഫ് ഓക്കെ, മൈൻഡഡ് ഫൈൻ. ആയിട്ട് ഞാൻ ചിന്തിച്ചാൽ നിങ്ങളുടെ ഒപ്പീനിയൻ റെസ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശരി, ബൈ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. യെസ് സോനു, ഗുഡ് നൈറ്റ്. എന്താണ് സോനു പറയാനുള്ളത്? അപ്പം ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ഹായ്, മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദീസ് ലൈവ് സെക്ഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ഇപ്പം 10:47 11 മണി വരെ നമുക്ക് ടോക്ക് ഷോ ഉണ്ടാക്കും. ഓരോ ദിവസം ഓരോ ടോപ്പിക്സ് ആയിരിക്കും. ഇന്നത്തെ ടോപ്പിക്കാണ് ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. സ്റ്റാർട്ടിങ്ങിലെ ഈ ടോപ്പിക് എടുത്ത സമയത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ലാത്തൊരു ടോപ്പിക്കാണിത്. എന്നാൽ പോലും 1 hour ഞാനിവിടെ സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അത് എന്നോടുള്ള ട്രസ്റ്റാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ പറയുന്ന എല്ലാ കമൻസും ഞാൻ കാണുന്നുണ്ട്. പലപ്പോഴായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈവിൽ വരാം, സംസാരിക്കാം, നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കാം. സെൽഫ് ട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ നോക്കുക. എന്തില്ലെങ്കിലും അതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണെന്ന് മാത്രം വിചാരിച്ചാൽ മതി.
നിങ്ങൾ 100 ആളെ ട്രസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ 100 ആളെ ട്രസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ 3 ആളെ ട്രസ്റ്റ് ചെയ്തിട്ട് അതിലൊരാളുടെ അടുത്ത് നിന്ന് ട്രസ്റ്റ് ബ്രേക്കിംഗ് കിട്ടിയാലും പണിയാണ്. ഫസ്റ്റ് നമ്മളെ ട്രസ്റ്റ് ചെയ്യാം. നമ്മൾ എന്ത് വന്നാലും ധൈര്യത്തോടെ മുന്നോട്ടേക്ക് പോകും. ജീവിതം നമ്മളതാണ്. ജനിച്ചിട്ട് മരിക്കുന്നവരെ ജീവിക്കണം എന്നല്ല, ജീവിച്ചു മരിക്കണം. അതിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് ട്രസ്റ്റ് ചെയ്യാം. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളെ ഹാപ്പി ആയിട്ട് വെക്കാൻ സാധിക്കും എന്ന് ട്രസ്റ്റ് ചെയ്യാം. ഈ ട്രസ്റ്റൊക്കെ നമ്മളോട് കാണിക്കുന്നത് അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പാരൻസിനാണെങ്കിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനാണെങ്കിലും എല്ലാവർക്കും അതിനുള്ള റിസൾട്ട് കിട്ടും. സെൽഫ് ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്. ആണോ അല്ലേ? എത്ര ആൾ സ്വയം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്? ട്രസ്റ്റ് എന്നുള്ളൊരു ടോപ്പിക്ക് ഞാൻ എടുത്ത സമയത്ത്, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ട്രസ്റ്റ് എന്നുള്ള ടോപ്പിക് എടുത്ത സമയത്ത് ഞാൻ തന്നെ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ട്. ട്രസ്റ്റ് എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന്. ഞാൻ വീണ്ടും ക്ലൂ തന്നു, എനിക്ക് ആരെയും ട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ നിങ്ങൾ കേട്ടു. എന്തുകൊണ്ടാണ് ആരെയും ട്രസ്റ്റ് ഇല്ലാത്തതെന്ന് ചോദിച്ചു അല്ലേ? പക്ഷെ ഞാൻ അതിൻ്റെ പോസിറ്റീവ് സൈഡ് പറയാം. ഞാൻ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം എനിക്ക് ഓക്കെയാണ്. എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവർക്കും എല്ലാം ഓക്കെയാണ്. എൻ്റെ ട്രസ്റ്റ് എന്താണ്? എൻ്റെ വ്യൂ കാണുന്ന ഈ ഒരു ഷോ കാണുന്ന നിങ്ങളുടെ അടുത്ത് ഡെയിലി വരാൻ പറ്റും എന്ന് എന്നോടുള്ള ട്രസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഓക്കെ ആക്കും അല്ലേ? എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവരെയും തിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്ന് എന്നോടുള്ള ട്രസ്റ്റ്. അത് അവരെ ഓക്കെ ആക്കുമല്ലേ? എനിക്ക് ജന്മം തന്ന പാരൻസിനെ അവരുടെ ബാഡ് സിറ്റുവേഷൻസിലാണെങ്കിലും അവരെ എത്രത്തോളം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് എന്നോടുള്ള ട്രസ്റ്റ്. ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സെൽഫ് ട്രസ്റ്റ് നമ്മൾ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് വരും. നിങ്ങൾ ആരും ലൈവ് വാച്ച് ചെയ്ത് ആരും പറഞ്ഞിട്ടില്ല എന്നെ ട്രസ്റ്റ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളോടൊരു ട്രസ്റ്റ് കീപ്പ് ചെയ്യാം. അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ ഏതെങ്കിലും സിറ്റുവേഷൻ വരുമ്പം ആ സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കണം, അല്ലെങ്കിൽ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെയും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടേ. അവർ നമ്മളെ മനസ്സിലാക്കാണ്ട് നമ്മളെ അടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിച്ച് നമ്മളെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് അവരെ മനസ്സിലാക്കാനാണോ ശ്രമിക്കേണ്ടത്? മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പം സ്വന്തം കാര്യങ്ങൾക്ക് ആരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? സെൽഫിഷായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാക്കും. ഈ ലൈവ് കാണുന്ന പലർക്കും അത് തോന്നുന്നുണ്ടാക്കും. കുറച്ചൊക്കെ സെൽഫിഷ് ആവണം നമ്മുടെ ലൈഫിൽ. ആണോ അല്ലേ? കുറച്ച് സീരിയസ് ആയിട്ട് തോന്നുന്നുണ്ടാക്കും. ഇന്ന് കുറച്ച് ടയേർഡാണ്. അതുകൊണ്ട് ഞാൻ കുറേ ചിരിക്കാനും കുറേ കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് സംസാരിക്കാനും നിൽക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ബിസി ടോക്ക് എന്നുള്ള ടോക്ക് ഷോയിൽ ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള ടോപ്പിക്കാണ് എനിക്ക് സജഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒട്ടും ഇഷ്ടമില്ലാതെ ആ ടോപ്പിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളോട് എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു സജഷൻ, എൻ്റെ ഒരു ഒപ്പീനിയൻ, ഒരാളെയും ട്രസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും സെൽഫ് ട്രസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ സെൽഫ് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോട് കൂടി എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് സോൾവ് ചെയ്യാനും ലൈഫ് പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും ലൈഫിൽ അച്ചീവ്മെൻറ്റ്സ് കിട്ടാനും സാധിക്കും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, സോ നമുക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. ആൻഡ് നമ്മുടെ ബിസി ടോക്ക് എന്നുള്ള ടോക്ക് ഷോ ഡെയിലി ഉണ്ടാകാറുണ്ട്. ഇന്നത്തെ ടോപ്പിക്ക് മാത്രമാണ് ട്രസ്റ്റ്. നാളത്തെ ടോപ്പിക്ക് എന്തായിരിക്കും എന്നുള്ളത് ഇന്ന് തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ മൈൻഡിൽ വെച്ചോ. നാളെ ലൈവ് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലൈവിലോട്ട് ഓടി വന്നിട്ട് ടോപ്പിക് സജഷൻസ് പറയാം. അപ്പോൾ ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1, വയലേഷൻ കണ്ടൻസ് വേണ്ട, അഡോൾട്ട് കണ്ടൻസ് വേണ്ട, ആൻഡ് പൊളിറ്റിക്സ്, ജനറൽ നോളജ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. നോർമലി എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്ന നമ്മുടെ ബിസി ടൈമിൻ്റെ ഇടയിൽ, നിങ്ങളുടെ ബിസി ടൈം എൻ്റെ ബിസി ടൈം, അതിനിടയിൽ കുറച്ച് ടൈം സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് 1 അവർ സംസാരിക്കുക. കേൾക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കൊടുക്കണം എന്ന് മാത്രമല്ല ഞാൻ ചിന്തിക്കുന്നത്. ആ ടോപ്പിക്ക് കേൾക്കുമ്പം അവർ സ്വയം ഒന്ന് ചിന്തിക്കട്ടെ അവരുടെ ലൈഫ് ഏത് രീതിയിലാണ് പോകുന്നത് എന്ന്. ഓക്കെ, ചില ആളുകൾക്കൊക്കെ ചില മാറ്റങ്ങളൊക്കെ വന്നാലോ. ഓക്കെ, എന്താ വിശേഷം?
താങ്ക് യു ഫോർ ഫോളോയിങ്. ഓക്കെ, ഇനി എന്തെങ്കിലും കമൻസ് ഉണ്ടോ? ഷെജീബിൻ്റെ വിശ്വാസം ചിലപ്പം ടിഷ്യൂ പേപ്പർ പോലെയായിരിക്കും. ഷെജീബിന് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്, എനിക്കിപ്പം ആളുടെ പേര് പറഞ്ഞ് സംസാരിക്കേണ്ട ഒരു സ്റ്റാൻഡേർഡ് അല്ല ഈ ടോക്ക് ഷോയ്ക്ക് ഉള്ളത്. ആക്ച്വലി ടോപ്പിക്സ് ഞാൻ സംസാരിക്കാറുള്ളൂ. ഇത്രയും കമൻറ്റ് ചെയ്തതുകൊണ്ടും അതുപോലെ ഇത്രയും നമുക്ക് ടൈം ഉള്ളത് കൊണ്ടും മാത്രമാണ് ഞാൻ ഈ കമൻറ്റ് വായിച്ചിട്ട് പറയുന്നത്. ഒന്ന്, ഇയാൾക്ക് പലപ്പോഴും പല രൂപങ്ങളാണ് ഞാൻ ലൈവിൽ തന്നെ കണ്ടത്. ചില സമയം വെരി ബാഡ് റിയാക്ഷനാണ്, വെരി ബാഡ് ടോക്കാണ്. ചില ടൈമിൽ വളരെ കൂളായിട്ടും മാന്യമായിട്ടും സംസാരിക്കുന്നുണ്ട്. സോ സെൽഫ് ക്യാരക്ടറിൽ ഒരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഏത് ക്യാരക്ടറുമായിട്ട് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളൊരു ബിൽഡപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ ലൈവിൽ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളൊരു ട്രസ്റ്റ് കൊടുക്കുക. ലൈവ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മൂവ് ചെയ്യുക, അടുത്ത ലൈവിനൊരു ട്രസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇതേ ലൈവിൽ ക്ഷമയോടുകൂടെ നിൽക്കാൻ പറ്റും എന്നൊരു ട്രസ്റ്റ് കീപ്പ് ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഈ ടോപ്പിക്ക് നമുക്ക് ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അപ്പം ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ലൈവ് ഷോ എൻഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദുബായ് ഓറിയൻറ്റഡ് ഷോപ്സ് ആണെങ്കിൽ ഫ്രീ പ്രൊമോഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മൾക്ക് ബിസി ടോക്ക് എന്നുള്ള ടോക്ക് ഷോ തന്നെ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 10K ഫാമിലി ആവുന്നവരെ നിങ്ങൾ മാക്സിമം പേഷ്യൻസ് കീപ്പ് ചെയ്യുക. ട്രസ്റ്റ് മീ, 10K ഫാമിലി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് ബെസ്റ്റ് ടോക്കർ, ബെസ്റ്റ് കമൻറ്റർ ആൻഡ് വീക്ക്ലി വ്യൂവേഴ്സിന് ഞാൻ ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നെവർ ട്രസ്റ്റ് എവരി വൺ. അങ്ങനെയല്ല, ആരെയും ട്രസ്റ്റ് ചെയ്യണ്ട. ട്രസ്റ്റ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങൾക്ക് ഒപ്പീനിയൻ ആയിട്ട് എടുക്കാം. പിന്നെ ചില ആളുകളുണ്ട് കേട്ടോ, ഓവർ ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മളിപ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ ഫ്രണ്ട്സിനെ ഒന്ന് കാറ്റഗറി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഗേൾസിൽ ഭൂരിപക്ഷം ആളുകളും ഓവർ ട്രസ്റ്റ് ചെയ്യുന്നതാണ്. ഓവർ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പം സ്വന്തം കാണുന്ന കാര്യത്തിനേക്കാളും ഓപ്പോസിറ്റുള്ള ആൾ പറയുന്ന കാര്യങ്ങൾ ഓവർ ട്രസ്റ്റ് ചെയ്യും. സ്വന്തം കണ്ട തെളിവുകളിനേക്കാളും മറ്റേ ആൾ പറയുന്ന കള്ളങ്ങളെ ട്രസ്റ്റ് ചെയ്യും. ഈ ഓവർ ട്രസ്റ്റും പ്രശ്നം തന്നെയാണ്. ഓക്കെ, വേറെ എന്താണ്? പിന്നെ ലൈവിൽ സംസാരിക്കുന്ന സമയത്ത് ഞാൻ വളരെ മാന്യമായിട്ട് സംസാരിക്കാറുണ്ട്. ഈ ലൈവ് കഴിഞ്ഞിട്ട് പലപ്പോഴും എനിക്ക് ഇൻബോക്സിൽ പല രീതിയിലുള്ള ബാഡ് കമൻറ്റ്സ് വരുന്നുണ്ട്. അത് ഞാൻ നല്ല രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യും. സോ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ലൈവിൽ നമ്മളൊരു ടോപ്പിക്കായിട്ട് സംസാരിക്കുന്നുണ്ട്. 10 മണി മുതൽ 11 മണി വരെയാണ് ടോക്ക് ഷോ. ഈ ടോക്ക് ഷോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെതായ പേഴ്സണൽ ലൈഫ് ഉണ്ട്, എനിക്ക് എൻ്റെതായ പ്രൊഫഷൻസ് ഉണ്ട്. സോ ഞാൻ കൂടുതൽ ടിക്ടോക്ക് ഇൻബോക്സിൽ ആക്റ്റീവ് അല്ല. സോ മെസ്സേജ് എല്ലാം ഞാൻ കാണാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ ഒരുപാട് മെസ്സേജസ് വരുമ്പോൾ എനിക്കത് ബാലൻസ് ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ, പിന്നെ അറിയാലോ ഒരു ലേഡി ആകുമ്പം അവിടെ എത്രത്തോളം PM വരും എന്നുള്ളത്. ഓക്കെ, സോ